2025 നവംബർ 5-ലെ സിറാജ് എഡിറ്റോറിയൽ. അവകാശമാണ് സുരക്ഷിത ട്രെയിൻ യാത്ര. 4 മാസം മുമ്പാണ് ട്രാവൽ വ്ളോഗറായ കനിക ദേവ്റാണി ഇന്ത്യൻ റെയിൽവേ സുരക്ഷിതമല്ല എന്ന പേരിൽ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഡൽഹിയിൽ നിന്ന് ഗുവാഹത്തിയിലേക്കുള്ള യാത്രാമധ്യേ ബ്രഹ്മപുത്ര എക്സ്പ്രസിൽ വെച്ച് ഒരു തസ്കരൻ അവരെ ബോധം കെടുത്തി ബാഗ് കവർച്ച ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. കനികയുടെ ഈ വിമർശത്തെ സാധൂകരിക്കുന്നതാണ് ട്രെയിൻ യാത്രക്കാരുടെ ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള നിരന്തര വാർത്തകൾ. ഞായറാഴ്ച രാത്രി വർക്കലയിൽ വെച്ച് ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ 19-കാരിയെ മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ നില ഗുരുതരമാണ്. തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച ഐലൻഡ് എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കായംകുളം താമരക്കുളം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ നാസിർ എന്ന വയോധികനും മറ്റൊരു യാത്രക്കാരനിൽ നിന്ന് അകാരണമായി മർദ്ദനമേറ്റു. കഴിഞ്ഞ ആഗസ്റ്റ് 8-നാണ് കോഴിക്കോട് കല്ലായിയിൽ നിന്ന് തൃശൂർ സ്വദേശിനിയായ അമ്മിണി ജോസ് എന്ന വയോധികയുടെ 85,000 രൂപയും മൊബൈൽ ഫോണും കവർച്ച ചെയ്യപ്പെട്ടത്. ഫെബ്രുവരി 7-ന് തമിഴ്നാട് വെല്ലൂർ ജില്ലയിലെ കാട്ട്പാടിയിൽ വനിതാ കമ്പാർട്ട്മെന്റിൽ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്ന 4 മാസം ഗർഭിണിയായ യുവതിയെ ഹേമരാജ് എന്ന യുവാവ് ബലാത്സംഗം ചെയ്ത ശേഷം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന പ്രശ്നങ്ങൾ പ്രതിവർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശം ഭക്ഷണം, ശുചിമുറികളുടെ ദയനീയാവസ്ഥ, ട്രെയിനുകളുടെ വൈകിയോട്ടം തുടങ്ങിയ പ്രശ്നങ്ങളും യാത്രക്കാരെ പ്രയാസത്തിലാക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്താണ് റെയിൽവേ സംവിധാനത്തിൽ ഇന്ത്യ. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നത്. എന്നാൽ ഒട്ടും സുരക്ഷിതമല്ല രാജ്യത്ത് ട്രെയിൻ യാത്ര. വിശിഷ്യ സ്ത്രീകൾക്കും കുട്ടികൾക്കും. മോഷണവും അതിക്രമങ്ങളും അശ്ലീല പെരുമാറ്റവും ദിനംപ്രതി വാർത്തകളിൽ നിറയുന്നു. റെയിൽവേ അധികൃതർ പലവട്ടം സുരക്ഷാ പരിഷ്കരണ നടപടികൾ പ്രഖ്യാപിച്ചെങ്കിലും മിക്കതും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണ്. 2011 ഫെബ്രുവരി 1-ന് ഷൊർണൂർ സ്വദേശി സൗമ്യ ട്രെയിൻ യാത്രക്കിടെ ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് വനിതാ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ റെയിൽവേ ഒട്ടേറെ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. വൈകിട്ട് 6-നും രാവിലെ 6-നുമിടയിൽ വനിതാ കമ്പാർട്ട്മെന്റുകളിൽ റെയിൽവേ സുരക്ഷാ സേനയുടെ എസ്കോർട്ട്, ട്രെയിനിലും സ്റ്റേഷനുകളിലും കൂടുതൽ വനിതാ കോൺസ്റ്റബിൾമാരെ നിയമിക്കൽ തുടങ്ങിയ കൂടുതൽ സ്റ്റേഷനുകളിൽ CCTV സംവിധാനം, റെയിൽവേ പോലീസിൽ കൂടുതൽ തസ്തിക, വനിതാ കോച്ചുകളുടെ സ്ഥാനം ട്രെയിനിന്റെ മധ്യത്തിലേക്ക് മാറ്റൽ, പരാതികൾ രേഖപ്പെടുത്താൻ ടോൾ ഫ്രീ നമ്പർ തുടങ്ങിയ പ്രഖ്യാപനങ്ങളിൽ CCTV സംവിധാനവും ടോൾ ഫ്രീ നമ്പറും മാത്രമാണ് അല്പമെങ്കിലും നടപ്പായത്. വനിതാ കോച്ചുകളുടെ സ്ഥാനം ട്രെയിനിന്റെ മധ്യത്തിലേക്ക് മാറ്റുന്ന നടപടി ചില പാസഞ്ചർ ട്രെയിനുകളിൽ മാത്രം ഒതുങ്ങി. എല്ലാ ട്രെയിനിലും എസ്കോർട്ട് നൽകാനുള്ള അംഗസംഖ്യ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF-നോ റെയിൽവേ പോലീസിനോ ഇപ്പോഴുമില്ല. ഞായറാഴ്ച വർക്കലയിൽ യുവതിയെ അക്രമി പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടപ്പോൾ RPF സമീപത്തെങ്ങുമുണ്ടായിരുന്നില്ല. 1977-ലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇപ്പോഴും നിയമനം. പിന്നീട് നിരവധി പുതിയ ലൈനുകളും ട്രെയിനുകളും വരികയും യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയരുകയും ചെയ്തെങ്കിലും സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് പറയപ്പെടുന്നു. ഓരോ വർഷവും വൻ തുകയാണ് റെയിൽവേക്കായി ബജറ്റിൽ വകയിരുത്തുന്നത്. 2025-26 ബജറ്റിലെ തുക 2,52,000 കോടിയാണ്. ഇതിൽ നല്ലൊരു വിഹിതം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾക്കായി നീക്കിവെക്കുന്നുണ്ട്. അത് പ്രായോഗിക തലത്തിൽ അനുഭവപ്പെടുന്നില്ല. ആവശ്യത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും നിയമിക്കുന്നില്ല. മാത്രമല്ല, സുരക്ഷാ ഫണ്ടിൽ വൻതോതിൽ തിരിമറി നടക്കുന്നുണ്ടെന്നാണ് CIGയുടെ വെളിപ്പെടുത്തൽ. 296 പേരുടെ മരണത്തിനിടയാക്കിയ 2023-ലെ ഒഡീഷ ട്രെയിൻ ദുരന്തത്തിനു പിന്നാലെ CIG നടത്തിയ പരിശോധനയിൽ റെയിൽവേ സുരക്ഷയ്ക്കായി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ മസാജ് മെഷീനുകളും വിൻഡോ ജാക്കറ്റുകളും മൺപാത്രങ്ങളും വൻതോതിൽ വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. 1987-ലെ റെയിൽവേ ആക്ട് പ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണെങ്കിലും ഇത് പരിശോധിക്കാൻ സംവിധാനമില്ല. മദ്യലഹരിയിലാണ് ആക്രമണങ്ങളിൽ നല്ലൊരു പങ്കും നടക്കുന്നത്. മദ്യപിച്ചുള്ള യാത്ര നിയന്ത്രിക്കാനായാൽ അക്രമങ്ങൾ ഗണ്യമായി കുറയ്ക്കാനാകും. സുരക്ഷിത യാത്ര അവകാശവും സാമൂഹിക നീതിയുടെ ഭാഗവുമാണ്.
ജീവനും സുരക്ഷയും ഉറപ്പുള്ള യാത്രയാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ അടയാളം. യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുമ്പോഴാണ് റെയിൽവേയുടെ വികസനം സാർത്ഥകമാകുന്നത്. ഇന്ത്യൻ റെയിൽവേ ആക്ട് യാത്രാ സുരക്ഷിതത്വത്തിൽ നിയമപരമായ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും പ്രാവർത്തികത അത്യന്തം ദുർബലമാണ്. അപകടത്തിൽപ്പെട്ടാലുള്ള നിയമ നടപടികൾ അനിശ്ചിതമായി നീളുകയും പലപ്പോഴും ന്യായമായി പരിഹരിക്കപ്പെടാതെ അവസാനിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് യാത്രക്കാർക്ക് അവബോധം കുറവാണ്. ഇതവരെ നിശബ്ദ ഇരകളാക്കി മാറ്റുന്നു. ഓരോ യാത്രക്കാരനും തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്.